അനാസ്ഥയുടെ രക്തസാക്ഷി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപിക എസ് സുജയ്ക്ക് സസ്പെൻഷൻ. പ്രധാന അധ്യാപികയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. സ്കൂൾ തുറക്കൽ മാർഗരേഖ നടപ്പാക്കുന്നതിൽ സ്കൂളിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. എന്തു വന്നാലും ശമ്പളം കിട്ടുമെന്ന അധ്യാപകരുടെ മനോഭാവം ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. തേവലക്കര ബോയ്സ് സ്കൂളിൽ അപകടാവസ്ഥയിൽ സൈക്കിൾ ഷെഡിന് മുകളിലായി വൈദ്യുതി കമ്പികൾ താഴ്ന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്കൂൾ അധികൃതർ പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിച്ചില്ല. അനധികൃത നിർമ്മാണമായിട്ടും തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ പ്രധാന അധ്യാപികയും ശ്രമിച്ചില്ല. സ്കൂളിൽ പരിശോധനയ്ക്ക് പോയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വീഴ്ച പറ്റി. ഇവയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തലുകൾ. നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിന്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല. ഇല്ലെങ്കിൽ സർക്കാർ നേരിട്ട് നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനം. ഈ HM-മാർക്കും പ്രിൻസിപ്പൽമാർക്കും സ്കൂളിലെ മറ്റ് അധ്യാപകർക്കും എന്ത് ജോലിയാണ്? അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് ഗവൺമെന്റ്. സ്കൂളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തിയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെയും നടപടി വരും. ഇതിനു മുന്നോടിയായി വിശദീകരണം തേടിയിട്ടുണ്ട്. നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകി. മരിച്ച മിഥുന്റെ സഹോദരന് +2 വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ധനസഹായമായി കുടുംബത്തിന് 3 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. തേവലക്കര ബോയ്സ് സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ സന്ദർശനം നടത്തി. സംഭവത്തിൽ ആർക്കൊക്കെ വീഴ്ച പറ്റിയെന്ന് സർക്കാരിനെ അറിയിക്കുമെന്ന് KV മനോജ് കുമാർ പറഞ്ഞു. 24 തിരുവനന്തപുരം.